Hi all, welcome to Tech Malayalam. ഇന്ന് അധിക പേരും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ്. ഇന്നിപ്പോൾ നമ്മൾ എന്ത് കമ്മ്യൂണിക്കേഷൻ ആയാലും ശരി നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്സപ്പാണ്. അതായത് ഇപ്പം നമുക്ക് മെസ്സേജ് ചെയ്യാനായാലും ശരി, അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ആയാലും കോൾ ചെയ്യാനാണെങ്കിലും വീഡിയോ കോളിനായാലും നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത് വാട്സപ്പാണ്. അത്രത്തോളം ആളുകളിൽ എത്തിക്കഴിഞ്ഞു ഈ ഒരു വാട്സപ്പ്. ഇതേ ഫീച്ചേഴ്സുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ പോലും വാട്സപ്പിൻ്റെ ആ ഒരു ജനപ്രീതി നേടാൻ വേറെ ഒന്നിനും കഴിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴിത് ഒരു പുതിയ ന്യൂസ് വന്നിരിക്കുകയാണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് കുറച്ച് പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്. ഈ നിയന്ത്രണങ്ങൾ വന്നു കഴിഞ്ഞാൽ വാട്സപ്പിന് ചിലപ്പോൾ ഇന്ത്യയിലുള്ള പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കേണ്ടി വരേണ്ട സാധ്യതയുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ ഗവൺമെൻറ് ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് അത് വാട്സപ്പ് കമ്പനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് കമ്പനി പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മെസ്സേജ് അയക്കുമ്പോൾ അത് ആരാണ് ആദ്യം അയക്കുന്നത് എന്ന് അറിയണമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ ആ ഒരു കാര്യം വാട്സപ്പ് കമ്പനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വാട്സപ്പ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനിലാണ്. അതായത് ഇപ്പോൾ ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ആ മെസ്സേജ് അയച്ച ആൾക്കും അതേപോലെ അത് ആർക്ക് റിസീവ് ചെയ്യുന്ന ആൾക്കും മാത്രമേ അത് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം വരികയാണെങ്കിൽ അവർക്ക് ഈ ഒരു എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഒഴിവാക്കേണ്ടി വരും. സോ അങ്ങനെയാകുമ്പോൾ പല ആളുകളുടെയും പ്രൈവസി അവിടെ ഇല്ലാതാവുമെന്നാണ് കമ്പനി പറയുന്നത്. പക്ഷേ ഗവൺമെൻറ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉള്ളതുകൊണ്ട് ഈ വ്യാജ വാർത്ത പരത്തുന്ന ആളുകളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, അവരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ഇപ്പോൾ രാജ്യത്തുണ്ടാകുന്ന പല ആക്രമണങ്ങൾക്കും, അതായത് ഈ ആൾക്കൂട്ട ആക്രമണങ്ങൾക്കും ഒക്കെ ഉള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ വാട്സപ്പിലൂടെ പ്രചരിക്കപ്പെടുന്ന ഇങ്ങനെയുള്ള വ്യാജ ന്യൂസുകളാണ്. സോ അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനെയൊരു നിയന്ത്രണം കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഒരു കാര്യത്തിൽ ഗവൺമെൻറ് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി പുതിയതായിട്ട് ഒരു വാട്സപ്പ് ഉണ്ടാക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ഇന്ത്യയിലുള്ള ഈ ഒരു വാട്സപ്പിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരുമെന്നും കമ്പനി പറയുന്നു. സോ ഇങ്ങനെയൊരു നിയന്ത്രണം വരുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം വാട്സപ്പ് വഴി ഇന്ന് ഒരുപാട് ഫേക്ക് ന്യൂസ് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ടൈം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഷോണ. ബൈ.